ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ഗെറ്റ് ടുഗദർ ഉത്സവത്തിന്റെ അന്നെന്ന് തോന്നാറുണ്ടോ? അതിപ്പോ രാവിലത്തെ എഴുന്നള്ളിപ്പിലെത്തിയില്ലാച്ചാലും വൈകുന്നേരത്തെ മേളത്തിന് മുൻപ് ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയവരും വല്ലപ്പോഴും മാത്രം അമ്പലത്തിൽ കാലുകുത്തുന്നവരും അങ്ങനെയൊന്നുമില്ല. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും എത്തൂട്ടോ. ബഹുജനം പലവിധം എന്ന് പറയണ പോലെ കുറേ പേര് മേള ആസ്വദിക്കാനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് കത്തി വെക്കാനാണ് വരുന്നത്. കുറേ പേര് ഒരുപാട് നാൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ആസ്വദിക്കാനാണെങ്കിൽ കുറേ പേര് ഉത്സവ പറമ്പിലും മണം ആസ്വദിക്കാനാണ് വരണേന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും കൗതുകം തോന്നി. ശരിയല്ലേ, ഉത്സവ പറമ്പിന് ഒരു മണമുണ്ട്. ആനയുടെയും ആനപ്പിണ്ടത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ല മണം. കുറേ പേര് ആനയെ മാത്രം ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ട് ആനയുടെ കൂളി, അതെനിക്കും ഇഷ്ടാട്ടോ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാട്ടോ. ഇത് രാജീവേട്ടൻ ഒരു പരാതിയായിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബറാണ്, ഫോളോവറാണ്. ഈ ചെണ്ട മാത്രം വീഡിയോ എടുത്താൽ പോരാ, ഞങ്ങൾ കൊമ്പൂതണവരുടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഇത് VJ വ്ളോഗ്സിലെ വിജീഷ്, മിടുക്കൻ പയ്യനാണ്, വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ് കേട്ടോ. അവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മതി മറന്ന് ആസ്വദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിശേഷങ്ങൾ പറയുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കാൻ മറന്നു പോലുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഒരുപാട് പേരുടെ വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അവരെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അടുത്ത കലാപരിപാടി പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ പ്രസാദ സദ്യക്കുള്ള ക്യൂ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വെയിലൊന്നും ഒരു പ്രശ്നമല്ല, നല്ല ചൂടത്ത് നല്ല പ്രസാദ സദ്യ കഴിക്കല് അതെല്ലാവർക്കും ഒരു ഹരം തന്നെയാണ്. അടുത്ത വീഡിയോ വൈകുന്നേരം ദീപാരാധനയാകുമ്പോഴേക്കും എല്ലാവരും എത്തും. അപ്പോഴാണ് ഉത്സവത്തിൻ്റെ യഥാർത്ഥ വൈബ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.